ആ അപ്പോൾ ഇന്നത്തെ കൂട്ടാൻ പയറും മത്തങ്ങയും വെച്ചിട്ടുള്ളൊരു കൂട്ടാനാണ്. എല്ലാവരും ചെയ്തിട്ടുണ്ടാകും, എളുപ്പമുള്ളത് തന്നെയാണ്. തലേ ദിവസം തന്നെ പയർ വെള്ളമൊഴിച്ച് നല്ലപോലെ കുതിർത്തി വയ്ക്കുക. രാവിലെ കഴുകി കുക്കറിലിട്ട് പയറും പച്ചമുളകും മത്തങ്ങയും കൂടെ, വേറെ മുളക് പൊടി പുളി അതൊന്നുമില്ല, വെറുതെ പച്ചമുളകും പിന്നെ ചുവന്ന മുളക് ഒരു 3-4 അതും പൊട്ടിച്ചിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ആവശ്യത്തിനിട്ട് വെള്ളമൊഴിച്ച് ഒരു 3-4 വിസിൽ വരെ പയറായതുകൊണ്ട് എന്ന് വെച്ചാൽ നല്ലോണം ഉടയണം. ഇത് നല്ല ഉടഞ്ഞ് ചേർന്നാലേ വെന്ത് ചേർന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒരു 4 വിസിൽ വരെ വച്ച് പിന്നെ നമ്മൾ കയ്യിൽ വെച്ച് നല്ലോണം ഉടച്ചെടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലപോലെ ഉടച്ചിട്ട് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത്, പച്ച വെളിച്ചെണ്ണ നല്ലോണം ഒഴിക്കണം, നല്ല ടേസ്റ്റുള്ളൂ. പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇറക്കി വെച്ചിട്ട് ഓഫ് ചെയ്യുക. അത്രേ ഉള്ളൂ കറി. ഇതിൻ്റെ പേര് മുളകുശ്ശി വെച്ചിട്ടുണ്ടാവും, എല്ലാവരും വെച്ച് നോക്കിയിട്ടുണ്ടാവും. നല്ലതായിരിക്കും, എളുപ്പമാണ്, വേഗം കഴിയും. എല്ലാം കൂടെ കുക്കറിലിട്ട് ഒരടി, പിന്നെ വെളിച്ചെണ്ണയും കറിവേപ്പിലയും മാത്രം ഒഴിച്ചാൽ മതിയല്ലോ ലാസ്റ്റ്. നല്ലതായിരിക്കും. നല്ല മത്തങ്ങയാണ് നന്നായിരിക്കേണ്ടത്. നല്ല മത്തങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. മത്തങ്ങ ഒരു ചെറിയൊരു പിഞ്ച് മത്തങ്ങയാണ് ഇത്, അത് കാരണം ചെറിയൊരു ഇതുണ്ട്. നല്ല മഞ്ഞ മത്തങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മത്തങ്ങയുടെ ഗുണം പോലെ ഇരിക്കും കറിക്ക്. നല്ല മത്തങ്ങയൊക്കെ മേടിക്കണം. ഇത് ചെറിയൊരു കിളുന്ത് മത്തങ്ങ ആയതുകൊണ്ട് ഒരു ചെറിയൊരു ഇതുണ്ട്. പിന്നെ സൈഡായിട്ട് തൈരിലിട്ട മുളക് അത് വറുത്തതും, പിന്നെ നല്ലപോലെ ചുമക്ക വറുത്തെടുക്കുക തൈരിലിട്ട മുളക്. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് കമൻ്റ് ഇടണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഞാൻ ഇടുന്ന ഓരോന്നിനും, എന്നാലല്ലേ എനിക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താൻ പറ്റുള്ളൂ. എന്നിട്ട് ഇതിപ്പോൾ നല്ലപോലെ ചുമക്ക മൂത്ത് കഴിയുമ്പോൾ കോരിയെടുക്കുക. അപ്പം ആ തൈരിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ആ വെളിച്ചെണ്ണയിൽ വന്നിട്ടുണ്ടാകും. ആ എണ്ണയിൽ തന്നെ ഉണക്കിയ കോവയ്ക്ക മുളകും ഉപ്പും മാത്രം ഇട്ട് രണ്ടായിട്ട് കീറിയിട്ട് ഉപ്പും മുളകും മാത്രം ഇട്ട് ഉണക്കി വെച്ച കോവയ്ക്ക ആ തൈരിലിട്ട മുളക് വറുത്ത ആ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതിന് ആ തൈരിൻ്റെ ഇതൊക്കെ മുളകിലുള്ളത് കൊണ്ട് അത് വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങി അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ചെയ്ത് നോക്ക്. മുളകും ഉപ്പും പുരട്ടി കോവയ്ക്ക രണ്ടായി കീറിയിട്ട് പുരട്ടിയിട്ട് ഉണക്കി വറുത്ത് നോക്കിയാൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഇന്നത്തെ കറി മത്തങ്ങയും പയറും മുളകുശ്ശിയും തൈരും മുളക് പിന്നെ കോവയ്ക്കും, ഇത്രേ ഉള്ളൂ.